ഹായ് നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മൈലാടിപ്പാറയിലെ ഗുഹാവിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളുമാണ്. ഈ വീഡിയോ പാർട്ട് 1 വീഡിയോയുടെ തുടർച്ചയാണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ ചാനലിൽ കയറി വീഡിയോ കാണേണ്ടതാണ്. ഇവിടെ 7-8 ഗുഹകൾ നിലവിലുണ്ട്. അതിൽ 3 മാത്രമേ നമുക്ക് കാണാൻ അനുമതിയുള്ളൂ. ഈ ഗുഹകൾ നിലനിൽക്കുന്ന സ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാപ്പിത്തോട്ടങ്ങൾക്കിടയിലാണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ജൈനമത ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള കാൽപാദമാണ്. ഈ ഇരിക്കുന്നത് എൻ്റെ മകനും സിസ്റ്ററുടെ മകനുമാണ്. ജൈനമത ക്ഷേത്രത്തിൽ നിന്നും ഒരു 30 മീറ്റർ മാറി ഒരു പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കുറച്ചു ദൂരം കയറ്റം കയറി മുന്നോട്ട് പോയാൽ മാത്രമേ ഗുഹകൾ കാണാൻ കഴിയൂ. ഇങ്ങോട്ട് വരുന്നവർ നിർബന്ധമായും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. അതുപോലെ തന്നെ കുപ്പികൾ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോകുന്ന വഴിക്കെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. പാമ്പുകൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം പാമ്പുകൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ കാണുന്നത് ഒരു അയിനിച്ചക്കയാണ്. കുരങ്ങുകൾ പറിച്ചിട്ടതാണെന്ന് തോന്നുന്നു. പാകമായിട്ടില്ല. ഗുഹകളിലേക്കുള്ള വഴി ഇതുപോലെ ചെറിയ ഇടുങ്ങിയ വഴികളാണ്. ചുറ്റുപാടും കാപ്പിത്തോട്ടങ്ങളാണ്. ചെറിയ കാപ്പിത്തൈകൾ ഒരുപാടുണ്ട് ഇവിടെ. ദിനംപ്രതി ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഈ വഴികളെല്ലാം വൃത്തിയായി കിടക്കുന്നത്. ചെറിയ വഴികളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുമുണ്ട്. മക്കൾ രണ്ടുപേരും എന്നേക്കാൾ മുന്നേയാണ് നടത്തം. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ മകൻ 10ലും പെങ്ങളുടെ മകൻ 6ലുമാണ് പഠനം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗുഹയുടെ അടുത്തെത്തിയിരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് ഗുഹയിലേക്ക് ഇറങ്ങാൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പാണ്. ഗുഹയുടെ ചുറ്റും വള്ളിപ്പടർപ്പുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഗുഹയുടെ അപ്പുറം കടക്കാതിരിക്കാൻ കമ്പുകൾ കൊണ്ട് അടച്ചിരിക്കുന്നു. ഗുഹയുടെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഗുഹകളും വേറെയുമുണ്ട്.
അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അടുത്ത ഗുഹ കാണാൻ. ഈ കാണുന്നത് വേറൊരു ഗുഹയാണ്. അവിടെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ 2 ഗുഹകളുണ്ട്. ഒന്ന് താഴെയും ഒന്ന് മുകളിലും. മുകളിലെ ഗുഹ കാണാനാണ് നമ്മൾ ആദ്യം പോയത്. മുകളിലുള്ള ഗുഹ കാണാൻ 2 പാറകൾക്കിടയിലൂടെ സഞ്ചരിക്കണം. ഈ കാണുന്നത് ഒരു ചെറിയ ഗുഹയാണ്. പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഉള്ളിൽ കയറാൻ തോന്നിയില്ല. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായതും വിശാലമായതുമായ ഒരു ഗുഹയാണ്. നല്ല ഭംഗിയാണ് ഈ ഗുഹ കാണാൻ. നമുക്ക് കാണാൻ പറ്റുന്ന ഗുഹകളിൽ ഏറ്റവും വലുത് ഈ ഗുഹയാണ്. ഈ ഗുഹയിലെ ഈ സ്ഥലം ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട്. ഇതിൽ കലാകാരന്മാരും കലാകാരികളും ഒരുപാട് പേർ അവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഗുഹയാണ്. 2-3 സെക്ഷനായി വ്യാപിച്ച് കിടക്കുന്നു. രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു കുപ്പി വെള്ളം പോലും എടുക്കാതെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. താഴെ വരുന്ന വഴിയിൽ ഒരു കടയുണ്ട്. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം മേടിക്കണം. ഈ ഗുഹയോട് ചേർന്ന് തന്നെ താഴെയുള്ള ഗുഹ കാണാൻ ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി. ഈ ഗുഹയുടെ അപ്പുറം കടന്നാൽ വിശാലമായൊരു സ്ഥലമാണ്. ഇതിലൂടെ നൂണ്ട് വേണം അപ്പുറം കിടക്കാൻ. ഈ കാണുന്ന പാറയിൽ കുറച്ചു നേരം വിശ്രമിച്ച് യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നു. ഈ പാറയോട് ചേർന്ന് തന്നെ വലിയൊരു പാറ നിൽപ്പുണ്ട്. ആ പാറ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഇരിക്കുന്ന പാറയുടെ താഴ്ഭാഗം വലിയൊരു കൊക്കയാണ്. ഈ പാറയുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്.
വലിയ ഈ പാറയോട് ചേർന്ന് തന്നെ വലിയൊരു മരം നിൽപ്പുണ്ട്. ഈ പാറയെ താങ്ങി നിർത്തുവാൻ എന്ന വണ്ണം. ഇവരുടെ വികൃതി കണ്ടാൽ കുരങ്ങന്മാർ വരെ നാണിച്ചു പോകും. രണ്ടുപേരും നല്ല ആവേശത്തിലാണ്. ഇതുപോലത്തെ കാഴ്ചകളും ഇതുപോലത്തെ ട്രെക്കിങ്ങിനും ഇവർക്ക് രണ്ടുപേർക്കും നല്ല താല്പര്യമാണ്. കുരങ്ങന്മാർ ഒരുപാട് ഉണ്ടിവിടെ. അയിനിച്ചക്കയുടെ അവശിഷ്ടങ്ങൾ ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക? പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. കുരങ്ങന്മാരുടെ ഇഷ്ടഭക്ഷണവും. തിരിച്ചിറങ്ങുന്നത് ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ്. ഇവിടെ ഒരുപാട് പാറക്കെട്ടുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയ നല്ല കാഴ്ചകൾ കാണാം. അവിടെ രണ്ട് ലവേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. തിരിച്ച് ഞങ്ങൾ വന്ന വഴിയിലേക്ക് തന്നെ മടങ്ങി. മയിലാടിപ്പാറയ്ക്ക് ചുറ്റും ഒരുപാട് ഗുഹകൾ നിലവിലുണ്ട്. എല്ലായിടത്തും നമുക്ക് പോകാൻ അനുമതിയില്ല. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ കിടക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ് മയിലാടിപ്പാറയുടെ ഈ പരിസരം. ഇവിടെ ഒരു ചെറിയ പാർക്ക് നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിരിക്കും. ഒരു 10 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മയിലാടിപ്പാറയും ഗുഹകളും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ കാഴ്ചയും കണ്ട് ജൈന ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം മറക്കാതെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. കാണാം. ബൈ ബൈ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ചാനലിലുണ്ട്. എല്ലാവരും കയറി ഒന്ന് കാണുക.